നമ്മളിപ്പോ ഓക്ലൻഡിലേക്ക് പോവാണ്. വെല്ലിംഗ്ടണിൽ നിന്ന് ന്യൂസിലൻഡിലെ ഒരു ട്രെയിനിലാണ്. അടിപൊളിയല്ലേ? നല്ല ട്രെയിൻ. അയ്യോ, ആ ട്രെയിനിൻ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കിടക്കാച്ചി ട്രെയിൻ യാത്ര, ന്യൂസിലൻഡിന്റെ ഗ്രാമക്കാഴ്ചകളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തകർക്കാൻ ഗൈസ്. അപ്പൊ ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഇത് കേട്ടോ. പൊളിച്ചില്ലേ? നമ്മുടെ ആ ഒരു ലക്ഷറി ട്രെയിനിന്റെ ഏറ്റവും ബാക്കിലുള്ള സൈറ്റ് സീയിങ് കമ്പാർട്ട്മെന്റ് ആണിത്. ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് കാലത്തൊഴുത്ത് പോലെ പശുക്കൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ടില്ലേ? അതേപോലെ നമുക്കിങ്ങനെ പുറത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കണ്ട് കാറ്റൊക്കെ കൊണ്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യാന്നുള്ളതാണ് ഈ ഒരു കോച്ചിന്റെ പ്രത്യേകത. ട്രെയിൻ അത്യാവശ്യം നല്ല വേഗതയിൽ ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ട്രെയിൻ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിൽ കയറിയെന്നൊക്കെ കണ്ടില്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണുക. ബാക്കി നമ്മൾ ഓക്ലൻഡിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് ഈ കോച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഴയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം വെള്ളം കിടക്കുകയാണ്. ഞാൻ വീണ്ടും സീറ്റിൽ പോയിരിക്കട്ടെ. എനിക്ക് അവിടെ നിന്ന് തണുക്കുന്നത് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും തണുത്ത് നമ്മൾ വിറങ്ങിച്ചു. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ഇങ്ങനെ സൈഡ് ഒതുക്കി തരും. നമ്മൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ സൈഡ് കൊടുക്കണം. അല്ലേ? തിരിച്ച് റൂമിൽ വരുമ്പോൾ, റൂമല്ല നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ എന്താ സുഖമാണ്, നല്ല സുഖമാണ്. നമ്മളിപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മലകളാണ്, എന്നാലും നമ്മളിപ്പോൾ ഒരു ചുരം കയറുന്ന പോലെ ഇങ്ങനെ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, വളഞ്ഞു തിരിഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ വീണ്ടും പുറകിൽ കോച്ചിൽ വന്നു. ഇതൊക്കെ നോക്കൂ, ഇപ്പോൾ ടെറൈനൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് മറ്റേ മഞ്ഞപ്പൂക്കളൊക്കെ വീണ്ടും കണ്ടു തുടങ്ങി ഇവിടെ. നമ്മുടെ ജമ്മുന്ന് മറ്റേ ശ്രീനഗർ വരെയുള്ള ആ ഒരു റെയിൽവേ ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ ബ്യൂട്ടി ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയോ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഓർമ്മയില്ല. ട്രെയിൻ ഓടി തുടങ്ങിയാൽ ശ്രീനഗർ വരെയൊക്കെ ഓടി തുടങ്ങിയാൽ പൊളിയായിരിക്കും, ഗംഭീര സംഭവമായിരിക്കും. തണുപ്പ് കൂടി വരുന്നു, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഈ മഞ്ഞപ്പൂക്കളുണ്ടോ, കൊന്നപ്പൂ പോലും നിൽക്കുന്നുണ്ടോ, എന്തോരം ഉണ്ടെന്നറിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം തോപ്പോ പോയില്ലേ, തോപ്പോ പോയ സമയത്ത് ഇതുപോലെ ഇഷ്ടം പോലെ മഞ്ഞപ്പൂക്കൾ കണ്ടായിരുന്നു. നമ്മൾ ഈ ട്രെയിൻ പോകുന്നത് ഏകദേശം ആ തോപ്പോ പോകുന്ന ആ ഒരു റീജിയനിൽ കൂടെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങൾ കൂടുതൽ ഈ മഞ്ഞപ്പൂക്കൾ ഇഷ്ടം പോലുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. ശരിക്കും എന്തോരം കന്നുകാലികളാണല്ലേ ഇവിടെ. ഏറ്റവും കൂടുതൽ കാണുന്നത് ചെമ്മരിയാടും അതേപോലെ തന്നെ പശു, പോത്ത്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. എരുമയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പശുവാണ് ഫേമസ്. ന്യൂസിലൻഡ് പശു ഇറച്ചി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ന്യൂസിലൻഡ് കോഴി, ന്യൂസിലൻഡ് പശു ഇറച്ചി, ന്യൂസിലൻഡിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റാണ്. കാരണം ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ പുല്ലെല്ലാം കൂടെ തിന്നല്ലേ ഇതെല്ലാം കൂടെ വളരുന്നേ. അപ്പോൾ പിന്നെ നാച്ചുറൽ പുല്ലല്ലേ, വേറെ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത്രയും പുല്ല് തിന്ന് വളരുന്ന ആ ഒരു പശുവിനെ അല്ലെങ്കിൽ എന്താണോ കന്നുകാലികൾ, ആ കന്നുകാലികളുടെ ഇറച്ചിക്ക് അസാധ്യ ടേസ്റ്റ് ആയിരിക്കില്ലേ. അതാണ് സംഭവം. ഇവിടെ എന്തോ വർക്കാണ് കാണാൻ തോന്നുന്നു ട്രാക്കിൽ. അതുകൊണ്ടാണ് ട്രെയിൻ ഇപ്പോൾ വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ വർക്കിൻ്റെ ആൾക്കാരാണ് അവരൊക്കെ. മഴയത്തും ഇവരിങ്ങനെ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ചെറിയ തോടിൻ്റെ മേളിൽ കൂടെയുള്ള പാലം. ഇവിടെ എല്ലാം മഞ്ഞപ്പൂ ഉണ്ടായി നിൽക്കുന്നു. മഞ്ഞപ്പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. ഇങ്ങനെ നല്ലൊരു ബുഷി ആയിട്ടുള്ള ഒരു ചെറുതല്ല, അത്യാവശ്യം വലിയ ഒരു ചെടി തന്നെയാണത്. ഈ ഒരു ടെറൈൻ ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ ഭംഗിയാണ്. ഇത് ഭംഗിയല്ലേ, എനിക്ക് രക്ഷയില്ല. എനിക്ക് ന്യൂസിലൻഡിൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ എയർപോർട്ടിൽ ബയോസെക്യൂരിറ്റി ഒരു സംഭവം സെർച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യമായിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. അവർ ആ ബയോസെക്യൂരിറ്റി സംഭവം അവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് പല രാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ വന്ന് ഇവിടുത്തെ വെജിറ്റേഷനെയും ഇവിടുത്തെ ഈ ഒരു ഹാബിറ്റാറ്റിനെയൊക്കെ നശിപ്പിക്കാൻ ഭയങ്കരധികം കെൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോടൊന്നും വേറെ രാജ്യങ്ങളിൽ നിന്നൊന്നും ഇറച്ചിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളും കൊണ്ടുവരരുതെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ആ ഒരു സംഭവം നശിച്ചു പോകാൻ പാടില്ലല്ലോ. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രകൃതി നശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും പാളിപ്പോവില്ലേ. എന്തായാലും ഗുഡ് തിങ്. എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ചയൊക്കെ. എനിക്ക് കണ്ണുകൾ അടയ്ക്കാൻ പോലും തോന്നില്ല. എനിക്കൊരു 10 മിനിറ്റ് നിന്ന് ഉറങ്ങാൻ പോലും തോന്നുന്നില്ല ട്രെയിനിലിരുന്നിട്ട്. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 5 മണിക്കൂറായി വെല്ലിംഗ്ടണിൽ നിന്ന്.
പക്ഷെ ഞാൻ ഈ നിമിഷം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു മിനിറ്റ് പോലും. രണ്ട് സൈഡിലും കൊന്ന പൂക്കളുമായി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഐ ആം നോട്ട് ഗെറ്റിംഗ് എനി വേർഡ്സ് ടു എക്സ്പ്രസ് ദ ബ്യൂട്ടി. നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കുക അതിൻ്റെ ആ ഒരു നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നൊക്കെ പറയാം. നിന്ന് തണുത്ത് വിറച്ചുപോയി. ഞാൻ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. ജാക്കറ്റൊക്കെ അങ്ങ് പെട്ടിട്ടിരിക്കുക ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ നിൽക്കുമ്പോൾ എന്നാ സുഖം അറിയാമോ? ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറയുന്നത്. അടിപൊളിയാണ്. ഈ ട്രെയിൻ ഞാൻ എടുത്തില്ലായിരുന്നു, മിസ് ചെയ്തതല്ല. ഞാൻ $250 കൊടുത്താൽ എന്നെ വർത്താണ്. വർത്തെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ വർത്താണ്. നമ്മൾ വീണ്ടും ഒരു വയാഡക്റ്റിൻ്റെ മേളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് പഴയ റെയിൽ പാളമോ എന്തോ പാളമൊക്കെ കാലമൊക്കെ കാണാൻ പറ്റും. കുറേ വയാഡക്റ്റുകൾ ഇങ്ങനെ കുറേ ഉണ്ട്. മലകൾക്ക് നടുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കയറി ഇറങ്ങി ഒരു വയാഡക്റ്റ് വരും എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തായിരുന്നു. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അത് വരരുത്, ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. പോയി നോക്കട്ടെ. വയാഡക്റ്റ് പിന്നെ ഏതോ ഒരു നാഷണൽ പാർക്കിൽ കൂടെ ഒക്കെ പോകാൻ പോവാണ്. ഇവിടെ തിരക്കായല്ലോ. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അതാ പ്രശ്നം. ഓ വാ, മക്കത്തോത്തെ വയാഡക്റ്റ് ആണ്. ആടി പൊളിച്ച് എന്ത് സ്പീഡിലാണ് മേളിൽ ട്രെയിൻ പോയത്. ദാറ്റ് വാസ് വെരി ഫാസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു നാഷണൽ പാർക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലാത്ത നാഷണൽ പാർക്കാണ് കേട്ടോ. മരങ്ങളും മൗണ്ടൻസും മാത്രമേ ഉള്ളൂ. നാഷണൽ പാർക്ക് എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്. അതിന് നടുവിൽ കൂടെ റോഡും റെയിലും ഒക്കെ ഉണ്ട്. താനും ഓക്ലൻഡ് എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കാറ്റും തണുപ്പൊക്കെ കൂടി വരുന്നുണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ മുന്നേ ഞാൻ ജാക്കറ്റ് എടുക്കാതെ മണ്ടത്തരം കാണിച്ച്. നമ്മളിപ്പോൾ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരും ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ട് വണ്ടി നിർത്തിയാണ്. അപ്പോൾ മഴയാണ്, അതുകൊണ്ട് തന്നെ പുറത്ത് ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ ഏതൊക്കെയോ സിനിമകളിൽ കണ്ട് മറന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലത്തെ ഒരു സംഭവം. അതിനകത്ത് തന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതും എവിടേക്കോ സിനിമകളിൽ കണ്ട ഫ്രെയിം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു പുറത്ത്, വേറെ ആരും ഇല്ല. വിടുന്നതിന് മുമ്പ് ഞാൻ കയറിയില്ലെങ്കിൽ ഈ ട്രെയിൻ വിട്ട് പോകും. ഈ ട്രെയിൻ ആഴ്ച 2-3 ദിവസമൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാലിയാണ്, ആരും ഇല്ല. ട്രെയിനിൽ വന്നവർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് വിട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ സർക്കുലർ ഏരിയ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരും. മഴയാണ്. ഈ ഓക്ലൻഡിലേക്ക് പോകുന്ന ഈ ഒരു റെയിൽവേ ലൈനിൽ റൗറിമു സ്പൈറൽ എന്ന് പറഞ്ഞൊരു സ്പൈറൽ വരും. ആ സ്പൈറൽ ശരിക്കും അതൊരു ഭയങ്കര സംഭവമാണ് ഇവരുടെ. അതായത് നമ്മളിപ്പോൾ ഉള്ള ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് 500 അടി നമ്മൾ താഴേക്ക് ഇറങ്ങും. അതൊരു വോൾക്കാനിക് പ്ലാറ്റോ ആണ്. ആ ഒരു വോൾക്കാനിക് പ്ലാറ്റോയുടെ ആ ഒരു സംഭവം അത് എങ്ങനെ ട്രെയിൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു വലിയൊരു വെല്ലുവിളി. ആ വെല്ലുവിളി മറികടക്കാനായിട്ട് ഇവർ ചെയ്ത ഒരു സംഭവമാണത്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്തരത്തിൽ ഇങ്ങനെ ഒരു 90 ഡിഗ്രി കേവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഹോഴ്സ് ഷൂ കേവ്, പിന്നെ 2 ടണല്, ഒരു ഫുൾ സർക്കിള്, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു റൗറിമു കേവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ സ്പൈറൽ കേവിലുള്ള ആ ഒരു റെയിൽ റൂട്ട് പണിതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെയിൽ റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഈ സ്റ്റേഷനിൽ ഒരു 5 കിലോമീറ്റർ സഞ്ചരിക്കണം അവിടേക്ക് എത്താനായിട്ട്. നമ്മുടെ നാട്ടിലെ ദൂദ്സാഗർ വാട്ടർഫോൾസ് ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഒരു വലിയൊരു ഗാർഡ് സെക്ഷൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ശരിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആ ഒരു റെയിൽ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ ആ ഒരു എൻജിനീയറിംഗ് വിസ്മയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ 100-1 പോലും ഇതില്ല. പക്ഷെ എന്നിരുന്നാലും ന്യൂസിലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു അമേസിങ് സംഭവമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. റെയിൽവേ ട്രാക്ക് അങ്ങനെ ദൂരെ കാണുന്നുണ്ടോ, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ്. ശരിക്കും നമ്മുടെ ഊട്ടി റെയിൽവേ, നീലഗിരി റെയിൽവേ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തെ ടോപ്പ് നോച്ച് വേർഷനാണ്.
സ്പൈറലാണ്. ശരിക്കും ലിറ്ററലി നമ്മൾ സർക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം ടണലിനകത്തുകൂടി. സ്പൈറൽ. ലാസ്റ്റ് സെറ്റാണ് ഇതിങ്ങനെ കറങ്ങി നമ്മൾ അങ്ങനെ താഴെ കൂടെ ആ കാണുന്ന ട്രാക്കിൽ കൂടെ നമ്മൾ ഇറങ്ങി പോകും കേട്ടോ. അടിപൊളി. ഇതിൽ നല്ല കിടിലം വെതറും നല്ല അടിപൊളി കാലാവസ്ഥ, എല്ലാം സൂപ്പർ. ഈ കാണുന്ന പ്ലാറ്റോ ആണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതൊരു വോൾക്കാനിക് പ്ലാറ്റോ ആണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ താഴെ എത്തി. ഇനി നമുക്ക് അകത്ത് പോവാം. സോറി, തണുപ്പ് സഹിക്കാൻ വയ്യേ. എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞ് കാലൊക്കെ നനഞ്ഞ് ഫുൾ മഴയായിരുന്നു. അയ്യോ. സമയം ഇപ്പം 3 മണിയായി. നമ്മൾ വിട്ടിട്ട് 7 മണിക്കൂറായി. ഇനിയും 4, 5, 6, 7 4 മണിക്കൂറും കൂടി ഇരിക്കണം ഓക്ലൻഡ് എത്താനായിട്ട്. അതിനിടയ്ക്ക് നമ്മൾ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. ഇത്രയും നേരം ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ഇപ്പം എനിക്ക് ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങി. ഹിയർ ഹായ്, സേ ഹലോ, സേ ഹലോ, സേ ഹലോ. ഇവരിപ്പം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കള്ള് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഫുൾ കമ്പനി ആയിരുന്നു ഇത്ര നേരം. അവരെൻ്റെ വ്ളോഗിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ആൻഡ് അവരുടെ വീഡിയോ എടുക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഒരാൾ അമേരിക്കയിൽ നിന്നാണ്, ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആൾ, റൈറ്റ് സൈഡിലിരിക്കുന്ന ആൾ ഇവിടെ ന്യൂസിലാൻഡ് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഫുൾ ചീട്ടുകളിയാണ്. അതൊക്കെ ചീട്ടുകളി, വൈൻകൊടി, ചീട്ടുകളി, വൈൻകൊടി, അതൊക്കെയാണ് നമുക്കിവിടെ ആളുകളുടെ എൻ്റർടൈൻമെൻറ്റ്. കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം പശുക്കൾ നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്നുണ്ടോ അവർ? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തെ പുല്ല് തീർന്നു കഴിയുമ്പം തൊട്ടിപ്പുറത്തെ ഏരിയയിലേക്ക് വിടും. അത് തീർന്നു കഴിയുമ്പോൾ ഇപ്പുറത്തെ ഏരിയയിലേക്ക് വിടും. അത് തീർന്നു കഴിയുമ്പോൾ തൊട്ടപ്പുറത്തേക്ക് വിടും. അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. അതായത് ഒരു കർഷകൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു 500 പശു ഉണ്ടെങ്കിൽ 500 പശുക്കൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പുൽപ്പാടങ്ങളുണ്ടാവാം. അപ്പോൾ ഈ പുൽപ്പാടങ്ങൾക്ക് സമീപത്തായിട്ട് ഇങ്ങനെ മാറി 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 ഓരോ സ്ഥലത്തെ പുല്ല് തീരുന്നതനുസരിച്ച് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വിടും. അതാണ് ഇവരുടെ പരിപാടി. നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി, ഏതോ ഒരു സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വണ്ടി നിർത്തും. അതിനകത്ത് കാർ 1-ലെ കോച്ച് മാത്രം ഓപ്പൺ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിനിലെ ഏറ്റവും എന്താ പറയുക ചൂടുള്ള കോച്ചെന്ന് പറയുന്നത് ഈ മറ്റേ ഫുഡിൻ്റെ കോച്ചാണ്. കാരണം അവിടെ വലിയ എന്താ പറയുക സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോന്ന് മറ്റേ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചൂടിക്കുന്നത്. ഇതാണ് മറ്റേ സാധനം. ഏത് വീൽ ചെയർ കയറ്റുന്നതിന് വേണ്ടിയുള്ള സാധനം കണ്ടോ? അങ്ങനെ നമ്മൾ വിട്ടിട്ട് 8.5 മണിക്കൂറായി. 8.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാമിൽട്ടൺ ഇവിടെ എന്തായാലും 5 മിനിറ്റ് നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡായിരിക്കും. ഭയങ്കര കണക്ടിവിറ്റിയാണ്. ഇവിടെ തുറന്നില്ലല്ലോ. ഇപ്പുറത്ത് തുറന്നു. ഇതിലേ ഇവിടെ ഇറങ്ങാം. നേരെ പുറത്തിറങ്ങിയാൽ കണ്ടോ റോഡാണ്. കണ്ടില്ലേ? തിരക്കും ബഹളമൊന്നുമില്ല. ഒരു ചെറിയ സ്റ്റേഷൻ. ഇതാണ് സ്റ്റേഷൻ, കുഞ്ഞ് സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം നമ്മുടെ ബാഗ് ഫ്രണ്ടിലാണല്ലോ ഇരിക്കുന്നത്. അത് മറക്കാതെ പോരുത്. നേരത്തെ കയറ്റിയ വീൽ ചെയർ പാസഞ്ചറിനെ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. എങ്ങനെയാണോ കയറ്റിയ അതേ രീതിയിൽ തന്നെയാണ് അവർ ഇറക്കുന്നത്. ഞാനിങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിന് ഈ ചേട്ടൻ്റെ പേരെന്താ? ഡോൺ ചേട്ടൻ ഈ ട്രെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ മീൻ ഇവിടെ ട്രെയിനിലാണോ വർക്ക് ചെയ്യുന്നത്? അതോ റെയിൽവേയിലാണ്? ട്രെയിൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ന്യൂസിലൻഡിൽ ട്രെയിൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഡോൺ ചേട്ടനെ കണ്ടതിൽ സന്തോഷം. അങ്ങനെ ഫൈനലി നമ്മൾ വെയിൽ കണ്ടിരിക്കുകയാണ്. ഓക്ലൻഡ് എത്താറായപ്പോഴത്തേക്കിനുമാണ് ഇവിടെയൊക്കെ വെയിൽ വന്ന് കുറച്ച് ബ്ലൂ സ്കൈ ഇന്ന് നമ്മൾ കണ്ടത്. ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തിട്ട് ഇപ്പോഴാണ് കുറച്ച് ബ്ലൂ സ്കൈ കിട്ടുന്നത്. എന്താല്ലേ? ഇപ്പോൾ ഫുള്ള് വെയിൽ വന്ന കണ്ടോ? നോക്ക്, വെയിൽ വന്നപ്പോൾ ഭംഗി നോക്കി. എന്താ ഭംഗിന്ന്.
അതാണ് പ്രശ്നം. അതായത് ഇത്ര നേരം വെയിലില്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നപ്പോഴാണ് ഇതിനകത്ത് ബ്ലൈൻഡ്സും കർട്ടനൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. നമ്മൾ ഓക്ലൻഡ് എത്താറായപ്പോഴത്തേക്കിനും മുടിഞ്ഞ സ്പീഡാണ്, ചാടിയൊക്കെയാണ് പോകുന്നത്. എനിക്കറിയത്തില്ല എന്നാ സ്പീഡാണ്, എന്നാ പോക്കാണ്. ഒരു സെക്കൻഡ് പോലും ഉറങ്ങാത്ത ഒരു യാത്രയാട്ടോ അത്. കയറി ഇരുന്നിട്ട് ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞു. 10 മണിക്കൂർ ഞാൻ ഒരു മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. ഓക്ലൻഡ് മെയിൻ ടൗണിൽ സ്റ്റേഷനുണ്ട്. അതിന് മുമ്പ് 2 സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഓരോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് 2 സ്റ്റേഷനും കൂടെ ഉണ്ട്. വൈകിട്ട് 6:30 മണിയായി. നോക്കിയേ, സൂര്യന് വീട്ടിൽ പോകാൻ പോലും വയ്യ. ഇത്ര നേരം വരാൻ വയ്യായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്കിനും എന്തേ നിൽക്കുന്നത് കണ്ടോ, കത്തിച്ചു പിടിച്ചുകൊണ്ട്. ഇവരുടെ കണ്ടെയ്നർ ടെർമിനലാണെന്ന് തോന്നുന്നു. യെസ്, ഈ ട്രെയിനുകളിൽ കയറ്റിയിട്ട് കണ്ടെയ്നർ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടിറക്കും. അതായത് ഈ കപ്പലിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും. അതാണ് ഇവരുടെ പരിപാടി. ഇവർ മാക്സിമം ഈ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സിന് ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്. ഈ എന്തോരം കണ്ടെയ്നേഴ്സ് അടിക്കടിക്ക് വെച്ചിരിക്കുന്നതെന്ന് നോക്കി. എൻ്റെ മൊബൈലിൽ കുത്തി പവർ ബാങ്ക് ഒക്കെ തീർന്നിട്ട് ഞാൻ അവസാനം ഇത് കണ്ടോ, ലാപ്ടോപ്പിൽ കുത്തി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ. ഇന്നലെ വാങ്ങിച്ച പഴം ഇതുവരെ തിന്നിട്ടില്ല, അവിടെ ഇരിക്കുക, പിന്നെ കഴിയുക. അങ്ങനെ ഫൈനലി നമ്മൾ ഓക്ലൻഡ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തും. ഇവിടുത്തെ മെയിൻ സ്റ്റേഷനും ഇതേപോലെ തന്നെ ഫെറി ടെർമിനലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. യെസ്, തുറക്കൂ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ആരും ധൃതി പിടിക്കുന്നില്ല. ഞാൻ മാത്രമാണ് ഇവിടെ ധൃതി പിടിക്കാൻ വേണ്ടി വന്നു. യെസ്, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഇവർ കഫേ 1 മണിക്കൂർ മുന്നേ അടച്ചു. ഇവിടെ എത്തുന്നതിന് 1 മണിക്കൂർ മുന്നേ അടച്ചു. നമ്മൾ സ്ട്രാൻഡ്, ഓക്ലൻഡ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സിറ്റിക്കുള്ളിലെ മെയിൻ ഈ ട്രെയിൻ വരുന്ന സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പോയിട്ട് ബാഗ്സ് കളക്ട് ചെയ്യണം. എല്ലായിടത്തും പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇത് കണ്ട, അടിപൊളി. ബാഗ് കളക്ട് ചെയ്തിട്ട് വി ക്യാൻ ഗോ ഔട്ട്. അങ്ങനെ ഇത്രയും ദൂരം 11 മണിക്കൂർ നീണ്ട നമ്മുടെ യാത്ര കഴിഞ്ഞ് ഇത്രയും ദൂരം നമ്മളെ വഹിച്ചുകൊണ്ട് വന്ന ലോക്കോ അടിപൊളിയായിരുന്നു. ദാറ്റ് വാസ് നൈസ്. അപ്പോൾ KiwiRail, താങ്ക് യു സോ മച്ച് KiwiRail ഫോർ എവറിത്തിങ്. അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ എത്ര നീറ്റായിട്ടാണ്, സിമ്പിളായിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കി. ആർക്കും ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു തിരക്കില്ല, ഇടിയില്ല. എല്ലാവരും വന്ന് ശാന്തസുന്ദരമായിട്ട് സമാധാനത്തോടെ നിന്ന് ആണ് ബാഗ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ പെട്ടി കിട്ടി ഗൈസ്. പെട്ടി കണ്ടോ, എത്ര സിമ്പിൾ പരിപാടിയാണെന്ന് നോക്കിയേ. അങ്ങനെ ഈ ട്രെയിനിൽ വന്ന എല്ലാവരും നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങി. ഈ ഭാഗത്ത് സൂര്യൻ ഇങ്ങനെ വിജൃംഭിച്ച് നിൽപ്പുണ്ട്. തൊട്ട് പുറകിൽ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽപ്പുണ്ട് നമ്മുടെ കഫേ. നമുക്ക് അന്നം തന്ന കഫേ. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ആ ട്രെയിൻ യാത്ര ഇവിടെ പൂർത്തിയാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കിനി ഞാനിന്നിവിടെ താമസിക്കുന്നത് YMCA ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അങ്ങ് ദൂരെ നമുക്കൊരു സ്കൈ ടവർ കാണാം. ആ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ആണോ, ദൂരെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. എനിവേ, ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇതിൻ്റെ ബാക്കിൽ വേറൊരു ലോക്കോ കൊണ്ടുവന്നവർ ഘടിപ്പിച്ചല്ലോ. ഇതായിരുന്നു നമ്മുടെ ആ ഒരു എന്താ പറയുക, അടിപൊളി, നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ച ആ ഒരു വ്യൂയിങ് ഡെക്കുള്ള ഒരു കാർ എന്ന് പറയുന്നത്. സൂപ്പറായിരുന്നു അല്ലേ? ഇതിൻ്റെ ബാക്കിലിപ്പോൾ നമ്മൾ അൺസ്റ്റോപ്പബിൾ സിനിമയിലുള്ള പോലത്തെ ഒരു ലോക്കോ ആണ് കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. വേണ്ട, അടിപൊളി, കൊള്ളാം. ഇത് നമ്മൾ ശരിക്കും ഇവിടെ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ റൂട്ട് കംപ്ലീറ്റ് ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഡീസൽ ഇട്ട് ഓടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഏത് സമയത്തേലും എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അവർ ഡീസൽ ഓടിക്കുന്നതെന്നൊക്കെ 1-2 ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം. നോർത്തേൺ എക്സ്പ്ലോറർ, യെസ്, ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇതായിരുന്നു നമ്മുടെ ട്രെയിൻ, KiwiRailൻ്റെ നോർത്തേൺ എക്സ്പ്ലോറർ. അതിൻ്റെ പരസ്യം ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ടാക്സിക്ക് വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. പല ആൾക്കാരും ഇവിടെ. ഞാൻ എന്താ ഉബർ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ പുറത്തൊക്കെ ടാക്സിക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ടാക്സി ഓടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നത്. എല്ലാം പഞ്ചാബികളാണ്. അവരവിടെ നിന്ന് വരുന്ന ആൾക്കാരെ കമൻ്റൊക്കെ അടിച്ച് എൻ്റെ ക്യൂ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്ന് ഞാനൊരു യൂബർ ബുക്ക് ചെയ്ത് ഇപ്പോൾ വരും. നമുക്ക് അതിൽ കയറിയിട്ട് ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് ഞാൻ താമസിക്കുന്ന YMCA ഹോസ്റ്റലിലേക്ക്. 2.5 കിലോമീറ്റർ പോകാനായിട്ട് എനിക്ക് $10
ഇവിടുത്തെ ഉബറിനായത്. $10 ഏകദേശം $500. ആ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ഉണ്ടോ എവിടെയാണെന്ന്? ഉയ്യോ എന്താല്ലേ. ഞാൻ ടാക്സി കയറിയപ്പോൾ ആ ടാക്സിയും ഒരു ഇന്ത്യക്കാരനായിരുന്നു. അവനാണ് വഴിയൊക്കെ തിരിച്ച് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെയോ കൊണ്ട് തന്നു. അപ്പോൾ നമ്മൾ എത്തി YMCA ഹോസ്റ്റൽ. ഇതാണ് YMCA ഹോസ്റ്റൽ. ഇതിൻ്റെ എൻട്രി എവിടെയാ? ഇപ്പോൾ പോയ വണ്ടിയില്ലേ, അതൊക്കെ നമുക്ക് ഉബറിൽ എടുക്കാൻ പറ്റും സ്കാൻ ചെയ്തിട്ട്. ആ സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. ഇതിൻ്റെ എൻട്രി ഐ തിങ്ക് ഇറ്റ്സ് ഹിയർ. ഇതൊരു ഹോസ്റ്റലാണ്, പക്ഷേ ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷെയർഡ് ബാത്റൂമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, എന്നാ വേണം പിന്നെ. ഇവിടെ ബസ്സുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായി. റീജിയണൽ സപ്പോർട്ട് ഓഫീസ് YMCA കൊള്ളാലോ, അടിപൊളി. എൻ്റെ മുമ്പിൽ പാർക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. നൈസ്. സോ ലെറ്റ്സ് ഗോ ഇൻ. ഹോസ്റ്റലൊക്കെ ഒരു വൈബ് കേട്ടോ. ഞാനിപ്പോൾ ഹോസ്റ്റലിലെ താമസമൊക്കെ ഞാൻ വല്ലാണ്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇനിയിപ്പോഴും ഡോർമെട്രീസ് എടുക്കാൻ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. എൻ്റെ മുമ്പിൽ ഇത്രയും സ്ഥലമൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ചില്ല് ചെയ്യാം. നൈസ് നോ, വലിയ ബിൽഡിങ്ങാണ്. താഴെ കയറാൻ ടേബിൾ ടെന്നീസും പരിപാടികളൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ ഇൻ ആൻഡ് ഡു ദ ചെക്ക് ഇൻ. അങ്ങനെ ഞാൻ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുറി എന്ന് പറയുന്നത്. എന്നാലും ജപ്പാനിലെ ആ ചെറിയ കുടിസുമുറിയെക്കാട്ടി ഭേദമാണ്. ചെറിയൊരു മുറിയാണെന്നുണ്ടെങ്കിലും ജപ്പാനിലെ മുറിയിൽ എനിക്ക് ആ പെട്ടി തുറന്ന് നോക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ദിസ് ഇസ് എ ഹോസ്റ്റൽ ബേസിക്കലി റണ്ണിങ് ബൈ YMCAയുടെ അക്കോമഡേഷനാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഫുൾ ലിനൻ ചേഞ്ച് റൂം ഷെഡ്യൂൾ ടു ബി ഡൺ ഓൺ എവറി വെനസ്ഡേ. ഓക്കെ, എല്ലാ വെനസ്ഡേ മാത്രമേ റൂമിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്. സിംഗിൾ ബെഡാണ്. ഇതൊരു സിംഗിൾ റൂമാണ്. ബെഡ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ് തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞാലും ഒരു പില്ലോ മതി, കെട്ടിപ്പിടിക്കാൻ പില്ലോനെ ഹിഹേ. പിന്നെ നമുക്കിവിടെ ഒരു അലമാരയുണ്ട്, നൈസ്. പിന്നെ മേളിലും ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ടേബിളുണ്ട്. പിന്നെ ലൈറ്റ് എന്നൊക്കെ പറയാനായിട്ട് ലൈറ്റ്, ഈ കാണുന്ന ഒരു ലൈറ്റും ഈ കാണുന്ന ഒരു ലൈറ്റും, 2 ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മാത്രമാണ് ആകെയുള്ളൊരു ശോകം രാത്രി ആയി കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ തണുപ്പാണെങ്കിൽ ഇവിടെ ഹീറ്ററുണ്ട്, ഫാന് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ടാൽ മതി. ഇവിടെ കൊതുകും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തുറന്നിടാൻ പറ്റും, ഇതിങ്ങനെ തുറന്നിടാം. അപ്പോൾ അത്യാവശ്യം തണുപ്പ് കയറിക്കോളും. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഗൈസ്. നമുക്കൊരു ഇൻഡിവിജ്വൽ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ ഫുഡോ കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവയ്ക്കാം. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ന്യൂസിലൻഡിൽ വന്നിട്ട് ഏറ്റവും റേറ്റ് കുറച്ച് കുപ്പി വെള്ളം ഞാൻ കണ്ടത് ഇവിടെയാണ്. ഈ കാണുന്ന സ്പ്രിംഗ് വാട്ടറിന് $3 ഉള്ളൂ. താഴെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു $3. ചെറിയ കുപ്പിക്ക് $1.5. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും ചെറിയ പൈസക്ക് ഇതുവരെ ഞാൻ ഇവിടെ കുപ്പി വെള്ളം ഞാൻ കണ്ടിട്ടില്ല. അതെന്നാലും ഇവിടെ ഭയങ്കര ചെറിയ പൈസക്കാണ് ഇവിടെ എല്ലാം. ലൈക്ക് $8 ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ അവിടെ താഴെ സൂപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അത് വൈകിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അത് ഫ്രീ ആണ്, വേണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ മുറി എന്ന് പറയുന്നത്. ഈ ചാതി കളഞ്ഞു കഴിഞ്ഞാൽ $250 നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഒരു $70 ഒരു സെക്യൂരിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് റീഫണ്ട് വരും. ഈ ബാക്കിയുള്ള സംഭവങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് 202 എൻ്റെ മുറി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിക്കാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇത് രാത്രി 10 മണി എന്താകുമ്പോൾ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ആരുടെയും വേറെ സാധനങ്ങളൊന്നും എടുക്കില്ല, വേറെ ആരും നമ്മുടെ എടുക്കില്ല. സോ ദാറ്റ് ഈസ് എ റൂൾ. ഡൈനിങ് ഏരിയ. പിന്നെ ഞാൻ ടോയ്ലറ്റൊക്കെ ഇനി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എവിടെ? ഇതാണ് ടോയ്ലറ്റ്. കോമൺ ടോയ്ലറ്റാണ്. 1, 2, 3 ടോയ്ലറ്റ് ഉണ്ട്. 2 യൂറിനൽസും ഉണ്ട്. വാഷ് ബേസിനുണ്ട്. അപ്പോൾ നമ്മുടെ 2, 1 തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് സാധിക്കണം. എൻ്റെ റൂമിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതാണ് നമ്മുടെ ഷവർ ഏരിയ എന്ന് പറയുന്നത്. നോക്കൂ എത്ര നീറ്റാന്ന് നോക്കി. ഇതൊരു കോമൺ സംഭവമാണ്. ഷവർ ഏരിയ. ഇവിടെ ഡ്രയറുണ്ട്, തുണികളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മെയിൽ ഫ്ലോറാണ്. ഇതിനകത്ത് ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീമെയിലിന് വേറെ ഫ്ലോറായിരിക്കും കൊടുക്കുന്നത്. നല്ല നീറ്റാണ്. പിന്നെ ഇവിടെ ഇത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചായിരിക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ഇവിടെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ചൂടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പുറത്ത് റോഡ് കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് നൈസ് തിങ്. അടിപൊളിയല്ലേ? ഞാനിവിടെ 6000 രൂപയ്ക്ക് റൂം ബുക്ക് ചെയ്തേക്കുന്നത്. 6000 രൂപ എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ് ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട്. ലാഭമല്ലേ? പിന്നെ ഈ ഫ്ലോറിൽ എൻ്റെ പോലത്തെ കുറേ മുറികളുണ്ട്. അതാണ് ഈ ഫ്ലോറിൽ. ഇത് തന്നെ സിംഗിൾ റൂമും കിട്ടും, ഡബിൾ റൂമും കിട്ടും, പിന്നെ ഡോർമെട്രീസും കിട്ടും. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് താഴെ വന്ന് ഞാൻ ഒരു ടൊമാറ്റോ സൂപ്പ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, അവിടെ എന്തോ ഫണ്ട് റൈസിങ് എന്തോ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ടൊമാറ്റോ സൂപ്പ് കുടിക്കാം. എനിക്ക് ചെറുതായിട്ടൊരു വിശപ്പുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ ഫയർ സ്റ്റേഷനാണ്. അതായത് ഈ ഫയർ സ്റ്റേഷൻ്റെ മുമ്പിൽ അപ്പുറത്തും ഇപ്പുറത്തും സിഗ്നൽസ് ഉണ്ടാവും.
എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ഈ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി റെഡ് വീഴും, വണ്ടികളെല്ലാം നിൽക്കും. ഫയർ എഞ്ചിൻസ് ആ ഗേറ്റ് തുറന്ന് ഷൂന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും. ഞാൻ മുമ്പേ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 2 ഫയർ എഞ്ചിൻ പോകുന്നത് കണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ സെൻട്രൽ ആംബുലൻസ് സ്റ്റേഷനും ഉണ്ട്. ഇവിടെ നിന്ന് ആംബുലൻസും ഇറങ്ങിപ്പോവും. അപ്പോൾ എല്ലാം വെൽ കണക്റ്റഡ് ആണ്. പോലീസും ആംബുലൻസും ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ടാവും. പോലീസും ആംബുലൻസും പോലീസ് സ്റ്റേഷൻ എല്ലാ സംഭവങ്ങളും ഒറ്റ ഇതിൽ. അപ്പോൾ ഒരൊറ്റ കോളിൽ ഈ 3 പേർക്കും ഈസി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ സാധിക്കും. എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ഒരു തായ് റെസ്റ്റോറൻ്റ് ആണിത്. തായ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞാൻ ഇത് കഴിക്കുകയാണ്, ടോമിയം സൂപ്പ്. അതായത് ന്യൂസിലൻഡിൽ വന്നിട്ട് തായ് റെസ്റ്റോറൻറ്റിൽ കയറി ടോമിയം സൂപ്പ് കഴിക്കുന്ന സുജിത് ഭക്തൻ. നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചൂട സൂപ്പിനകത്താണ് നിറച്ച പച്ചക്കറിയും അതേപോലെ തന്നെ സീ ഫുഡും ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷാണ് തായിലെ. ഇത് മിൻസ്ഡ് ചിക്കൻ വിത്ത് ഫ്രൈഡ് എഗ്. അടിപൊളി സാധനമാണ്. ബേസിൽ ലീവ്സ് ഒക്കെ ഇട്ട് കിടക്കാച്ചയായിട്ട് തന്നിരിക്കുന്ന സാധനമാണ്. ഇതെല്ലാം കഴിച്ച് വീണ്ടും വയറിളൊക്കെ വരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഫുഡെല്ലാം കഴിച്ച് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടെ ജാപ്പനീസ് കരോക്കെ ബാർ വൻസാൻ. ഇവിടെ ശരിക്കും ന്യൂസിലൻഡിൻ്റെതായിട്ടുള്ളൊന്നും കാണുന്നില്ല. എല്ലാം അതർ നാഷണാലിറ്റീസിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തല്ലേ. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് റൂമിലെത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞു. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു. സൂപ്പർ എക്സൈറ്റഡ്. നാളെ നമ്മൾ ഇവിടെ ഓക്ലൻഡിൽ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂറ്റി ആണെങ്കിൽ കാണണം. ഡോണ്ട് മിസ് ഇറ്റ്. നമുക്ക് ബാക്കി സംഭവങ്ങൾ നാളെ. സീ ടുമോറോ. ബൈ. എനിക്ക് കുറേ പണിയുണ്ട്, അത് കഴിഞ്ഞ് കിടന്ന് പറയണം. സീ ടുമോറോ ഗൈസ്. ബൈ.